കുട്ടിക്കാനം ടൗണിൽ പ്രവർത്തിക്കുന്ന പൊതുശുചിമുറിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം. നിലവിൽ ശുചിമുറി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ കൃത്യമായ സമയങ്ങളിൽ വെള്ളം എത്താത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഹൈറേഞ്ചിന്റെ മലമടക്കുകൾ കയറിയെത്തുന്ന വിനോദസഞ്ചാരികൾ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ളവർ വിശ്രമിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് കുട്ടിക്കാനം ടൗണിനെയാണ്. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് നിരവധി വ്യാപാര സ്ഥാപനങ്ങളടക്കം കുട്ടിക്കാനത്തുണ്ട്. ബസ് ഇറങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ആളുകളും കുട്ടിക്കാനം ടൗണിലുണ്ട്. ഇവിടെ നിലവിലുള്ള ഒരു പ്രധാന പ്രതിസന്ധി പൊതു ശുചിമുറി ഉണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. ഇതിനു കാരണം ഇവിടെ കൃത്യമായ രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല. ശുചിമുറി പണിതിനു ശേഷം ഇവിടെ വെള്ളം എത്തിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ടവർക്കായില്ല. തുടർന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളവും പുറത്തുനിന്നും വെള്ളം വാഹനത്തിൽ എത്തിച്ചുമാണ് ശുചിമുറി പ്രവർത്തിപ്പിച്ചു പോരുന്നത്. എന്നാൽ കൃത്യമായ രീതിയിൽ ഈ പ്രവർത്തികളൊന്നും നടക്കാത്തതിനാൽ ശുചിമുറിയുടെ പ്രവർത്തനം അവതാളത്തിൽ ആയിരിക്കുകയാണ്. കുട്ടിക്കാനത്തെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വെള്ളമില്ല. ഈ സ്വാമി സീസണിൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. അവർക്ക് ഒരു ഇതുമില്ല ഇവിടെ. ഈ ഇത്രയും താഴെ ഇറങ്ങിപ്പോയിട്ട് വേണം ഈ സ്വാമിമാർക്ക് ബാത്റൂമിൽ പോകാനും കാര്യങ്ങളുമില്ല. പക്ഷെ ഇവിടെ വെള്ളമില്ല. അതിന് വേണ്ട ഒരു കാര്യങ്ങളും ഈ പഞ്ചായത്തിന്റെ കാര്യത്തിലുള്ള ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതോടെ ഈ ശുചിമുറിയെ ആശ്രയിക്കുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മറ്റ് പൊതു ശുചിമുറി ഒന്നും കുട്ടിക്കാനത്തിന്റെ പരിസര പ്രദേശങ്ങളിലില്ല. വ്യാപാര സ്ഥാപനങ്ങളുള്ള ശുചിമുറികൾ മാത്രമാണുള്ളത്. ആളുകൾ ഇവയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.